ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകും കേട്ടോ. കാരണം നമ്മൾ ശരീരം നമ്മൾ നോക്കിയെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വല്ലവരും വന്ന് നമ്മുടെ സ്കിന്നൊക്കെ നല്ല വൃത്തിയാക്കി തരുമോ? അപ്പോൾ ഈ സ്കിന്നൊക്കെ ഞാൻ എൻ്റെ സ്കിന്നിനെയൊക്കെ എങ്ങനെ സംരക്ഷിക്കുന്നു, അതിൻ്റെ ക്രീമൊക്കെ ഞാൻ എന്താ ഉപയോഗിക്കുന്നത്, എൻ്റെ കാലാണെന്നുണ്ടെങ്കിലോ അടിപൊളി കാലാക്കി ഞാൻ എങ്ങനെ എടുത്തു, കാലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്, എങ്ങനെ ആക്കി എടുത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പം എന്താ കാലിന് ചെയ്യുന്നതെന്നും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എന്താണേലും പണ്ടത്തെ എൻ്റെ വിണ്ടുള്ള വൃത്തികെട്ട കാലായിരുന്നു. ആ കാലൊക്കെ ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുത്തു. നമ്മൾ നടന്നിങ്ങനെ വലിയ മേക്കപ്പും ചെയ്ത് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട്, ഞാൻ ലിപ്സ്റ്റിക്ക് ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ആ ഒരു സാധനത്തിനെ കണ്ടുകൂടാ, എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നും വരെ ഉപയോഗിച്ചിട്ടില്ല. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഇനി ഒരു പ്രാന്ത് കയറി അത് ഉപയോഗിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓരോ ദിവസവും ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ തോന്നുന്നത്. വയസ്സാകും തോറും മിക്കവർക്കും ഒരുങ്ങാനുള്ള ശ്രമമല്ലേ, സത്യം പറ, എല്ലാവർക്കും അങ്ങനല്ലേ. അതുകൊണ്ട് എനിക്കറിയാം ഞാൻ ലിപ്സ്റ്റിക് ഇടുവോ ഇല്ലയോ എന്നുള്ള ഇന്നും വരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാൻ പറയാം, അപ്പം നടന്നു പോകുമ്പോൾ ലിപ്സ്റ്റിക്കും എല്ലാം ഇട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ വൃത്തികെട്ട കാലിലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നാണക്കേടാണോ അല്ലയോ? അതൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ എൻ്റെ കൂടെ നിങ്ങളും പോരെ, ഞാൻ എങ്ങനെ ആക്കിയെടുത്തെന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ തുടങ്ങാൻ പോവാണേ. AC ഒക്കെ ഇട്ട് എനിക്ക് ഒരു രക്ഷയില്ല മേളിൽ വന്നു കഴിഞ്ഞാൽ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കാലും എൻ്റെ കൈകളും ഒക്കെ നീറ്റാക്കി, എൻ്റെ ബോഡി എല്ലാം നീറ്റാക്കി എടുക്കുന്നതെന്നുള്ളത് വീഡിയോ നമുക്ക് കാണാം. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? നമ്മുടെ സ്കിന്നിൻ്റെ നൈറ്റ് റൊട്ടീനാട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ ശരീരമൊക്കെ നോക്കുന്ന പോലെ തന്നെ നമ്മുടെ കാലും കൈയും നമ്മുടെ സ്കിന്ന് നമ്മുടെ ശരീരം എല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് നോക്കണം. അന്നെങ്കിൽ മാത്രമേ നമുക്ക് അസുഖങ്ങളൊന്നുമില്ലാതെ സ്കിന്നേടാണെങ്കിലും എൻ്റെ ചൊറിച്ചിലെല്ലാം പോയതും, പിന്നെ എൻ്റെ കാല് വിണ്ട് കീറിയിട്ടില്ല. പണ്ടൊക്കെ എൻ്റെ കാലുണ്ടല്ലോ വൃത്തികേടായിരുന്നു, വിണ്ട് കീറി ശകലം വിണ്ട് കീറിയിരുന്ന കാലൊക്കെ ആയിരുന്നു. അതിനെയൊക്കെ ഞാൻ സംരക്ഷിക്കുന്നത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിലെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഇതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ എൻചൈനർ കണ്ടോ, ഇതിൻ്റെ സ്കിൻ സാറ്റിൻ സ്മൂത്ത് എന്ന് പറയുന്ന ഒരിതാണ്. ഇതിനകത്ത് അലോവേര ആൻഡ് ഒലിവ് ബട്ടർ ഇതിനകത്ത് ചേർന്നിരിക്കുന്ന പെർഫ്യൂംഡ് ഇത് ബോഡി ലോഷനാണ്. ഇത് രാവിലെ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷവും വൈകിട്ട് എന്നും എല്ലാവരും മേലൊക്കെ കഴുകത്തില്ലേ, ഞാൻ മേളിലത്തെ മുറി വന്നിരിക്കുക. ഇത് തുടയ്ക്കാൻ നേരം ഒരു സ്പെയർ ബ്രെഡ് ഉണ്ടായിരുന്നേ, അപ്പോൾ അതിനെ എടുത്ത് ഞാൻ മേളിലോട്ട് വെച്ച, താഴെ തുടച്ചപ്പോഴത്തേക്കും മേളിൽ വെച്ചതാണ്. ഇത് അപ്പുറത്തിരിക്കുന്നതായിരുന്നു, ഞാനിപ്പം ഇവിടെ കൊണ്ട് വെച്ചതാണ്. പിന്നെ അപ്പം ശരിക്കും പറഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കത്തില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താ, അയ്യോ സൺസ്ക്രീൻ കൊണ്ടുവന്നില്ല, മറന്നുപോയി, താഴേന്ന് കൊണ്ടുവന്നില്ല. അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം താഴെ പോകുമ്പോൾ. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സോപ്പിട്ടല്ല കേട്ടോ, ഞാൻ പയറുപൊടിയാണ്, ചെറുപയറിൻ്റെ പൊടിയില്ലേ അതിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുളിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ചൊറിച്ചിൽ തന്നെ നല്ല രീതിയിൽ മാറ്റം വന്നത്. ചെറുപയർ പൊടിയിട്ട സോപ്പെന്ന് പറയുന്നത് ഞാനിപ്പം ഉപയോഗിക്കുന്നേ ഇല്ല, കുറച്ചായി ഉപയോഗിക്കാതായിട്ട്. കുളിയെല്ലാം കഴിഞ്ഞ് വൃത്തിയായിട്ട് വന്നതിന് ശേഷം ഞാൻ ഈ ഒരു ബോഡി ലോഷൻ ഇതാണ്. ഇതിങ്ങനെ എടുത്ത് കണ്ടോ, ഇതിങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൈ മൊത്തം, ഇത് ഞാൻ ബാത്റൂമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ, ഇത് ബാത്റൂമിലാണ് വെച്ചേക്കുന്നത് മൊത്തം. അപ്പം നിങ്ങൾക്കറിയാലോ, നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് മൊത്തമായിട്ട് ബോഡി ലോഷൻ തേക്കും കേട്ടോ. അപ്പം നിങ്ങളെ ഞാൻ കാണിക്കുന്നത് കൈ മാത്രമായിട്ട്, കൈ കഴുത്ത് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, കഴുത്തേല് എല്ലാം. ഇതിപ്പം ഞാൻ വൈകിട്ടത്തെ റൂട്ടീനാണ് കാണിക്കുന്നത്. ഇത് രാവിലെ ഞാൻ ഇങ്ങനെ ഫുൾ ബോഡി മൊത്തം തേക്കും, നല്ല മണം ഇതിന് കേട്ടോ. എന്നിട്ട് കാലയിലും എല്ലാം ബോഡി ലോഷൻ ചെയ്യും. കാലയെ തേക്കുന്നത്, കയ്യെ തേക്കുന്നത് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ബോഡി ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫുൾ അപ്ലൈ ചെയ്യുന്നാൽ ഭയങ്കര മണം ഇതിന് കേട്ടോ, നല്ല മണമാണ്. നമ്മുടെ ബോഡി നല്ലൊരു, എന്തായാലും പറയണ്ടേ, നല്ലൊരു മോയ്സ്ചർ കിട്ടിയ പോലെ ഇരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ
നല്ല കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ടിരിക്കും കേട്ടോ. ഇതാണ് ഞാൻ കുളി കഴിഞ്ഞ് രാവിലെ വൈകിട്ടും ഫുൾ അപ്ലൈ ചെയ്യും, ബോഡി മൊത്തം. മനസ്സിലാക്കിക്കോണം, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മുടെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്ന് മേടിക്കും. ചേട്ടൻ ഇത് കൊണ്ടുവന്നുകൊണ്ടിരുന്നാണ് ഒരിടയ്ക്ക്. ഇത് ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ തീരുമ്പം ഞങ്ങൾ മേടിക്കുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇഷ്ടംമാതിരി സാധനമുണ്ട് കേട്ടോ. ഇത് 500 ml ആയിരുന്നു. ഇതിൻ്റെ കണ്ണാടി ഒന്നും എടുക്കാത്തതുകൊണ്ട് ഇതിൻ്റെ കുഞ്ഞായിട്ടെങ്ങാണ്ട് ഇതിൻ്റെ റേറ്റ് എഴുതിയിരുന്നത് എത്രയാണ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ തീരാറായി, ഇത്ര ഇവിടം വരെ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് അപ്ലൈ, ഫുൾ അപ്ലൈ, മുഖത്ത് തേക്കത്തില്ല. ഇതാണ് രാവിലത്തെ കുളി കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. ഇനി ഇത്രയും മാത്രമേ രാവിലത്തെ കുളി കഴിഞ്ഞിട്ട് ചെയ്യത്തുള്ളൂ. മുഖത്ത് ഡേ ആയിട്ടുള്ള ഒരു ക്രീം ഉപയോഗിക്കുന്നില്ല. മുഖത്തിടുന്നത് സൺക്രീം എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ് താഴെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിപ്പം തീരാറായി, അത് ഞാൻ കാണിച്ചു തരാം. അത് ഉപയോഗിച്ച് ഫുള്ള് മുഖം മൊത്തം തേക്കും. എവിടെ പുറത്ത് പോയില്ലേലും വീട്ടിലിരുന്നാലും എല്ലാം ഈ മുഖത്ത് മാത്രം കഴുത്തേലും ആ സൺക്രീം തേക്കും. പക്ഷെ ഒരു കാര്യം, ഈ ബോഡി ലോഷൻ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ സൺക്രീം ഈ കയ്യേനെ തേക്കാറില്ല കേട്ടോ. പിന്നെ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രം കയ്യേലൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് വിടും. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. എൻ്റെ ഇത് വലിയ അങ്ങാറ്റത്തെ സ്റ്റൈലൊന്നും അല്ല ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അതാണ് രാവിലത്തെ. നൈറ്റിലുള്ളത് മേലെല്ലാം കഴുകിയതിന് ശേഷം വീണ്ടും ഞാൻ ഈ ലോഷൻ മേല് മൊത്തം അപ്ലൈ ചെയ്യും. കയ്യിലും കാലിലും എല്ലാം ഫുൾ അപ്ലൈ ചെയ്യും. അല്ല, കാലിന്റെ ഇവിടം വരെ മുട്ട് വരെ അപ്ലൈ ചെയ്യും. ഇത് അതിന് ശേഷം മേല് കഴുകിയതിന് ശേഷം ഞാൻ കാലിൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരെണ്ണമാണ്, മോയിക്സ്. ഇത് നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് നമ്മൾ കാലെ തേക്കാനുള്ള നല്ല ഭംഗിയാട്ടോ. നമ്മൾ ഇത് തേച്ച് കഴിയുമ്പോൾ അതുപോലെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നൈറ്റിൽ തേക്കുന്ന ക്രീമും കാണിച്ചു തരാവേ. അപ്പം ഞാൻ എൻ്റെ കാല് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിണ്ട് കീറൽ ഒന്നുമില്ല എൻ്റെ കാലിന്. കാണാമല്ലോ എല്ലാവർക്കും. ഇതാ ഒന്നുമില്ല. ഉണ്ടായിരുന്നു കേട്ടോ, വൃത്തികെട്ട കാലായിരുന്നു, വൃത്തിയില്ലാതിരുന്ന കാലാണ്. അതിനെ ഞാൻ ഇത്രയൊക്കെ ആക്കി ഇങ്ങനെ എടുത്താണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ എടുക്കുക. ഇത് ഫുള്ള് കാല് മൊത്തം നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് മാത്രം മോയ്സ്ചറൈസ് നമുക്ക് നന്നായിട്ട് വരുത്തണം നമ്മുടെ കാലിനൊക്കെ. എങ്കിൽ മാത്രമേ നമ്മുടെ കാല് വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. കണ്ട, നമ്മുടെ കാല് വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. കാരണം നമ്മുടെ കൈ പോലെ തന്നെ നമ്മുടെ കാലും, നമ്മുടെ ശരീരം പോലെ തന്നെ നമ്മുടെ കാലൊക്കെ വൃത്തിയായിട്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക്. ആദ്യം നമ്മുടെ കാലിനിട്ടാണ് ആൾക്കാർ നോക്കുന്നത്. കണ്ട, വെളുപ്പിലും കറുപ്പിലും അല്ല കാര്യം, നമുക്ക് വൃത്തിയാണ് ഏറ്റവും മെയിൻ. പിന്നെ ഈ കാലിലും അതുപോലെ തന്നെ, കാലിന്റെ ഇവിടം തൊട്ടല്ല കേട്ടോ, മുട്ടിന്റെ താഴെ തൊട്ട് ഈ മോയ്സ്ചറൈസിങ് ക്രീം തേക്കും. എന്നിട്ട് ഈ കാലിന്റെ ഇപ്പുറം കാണിച്ചു തരാം. കണ്ട, ഈ കാലും പുറത്തെ കാലയും തേച്ചു. ഇനി ഈ കാലിനകത്ത് നൈറ്റിലെ കാര്യം കേട്ടോ, ഡേയുടെ കാര്യം അല്ലേ. ഡേയുടെ കാര്യം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് തന്നു. ഇങ്ങനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. ചെയ്തതിന് ശേഷം നമുക്ക് കാല് കണ്ടോ, ഈ കാലിന്റെ ഉപ്പുറ്റി നോക്കിയേ കണ്ട. പിന്നെ ഓരോരുത്തരുടെ ശരീരത്തിന്റെ വെളുപ്പ് പോലിരിക്കും നമ്മുടെ കാലിന്റെ കളർ. നല്ല കളറാണ്. എൻ്റെ കാലിന്റെ കളർ ഇത്രയേ ഉള്ളൂ. എൻ്റെ ശരീരം വലിയ വെളുത്ത ശരീരമൊന്നും അല്ലല്ലോ, കറുത്ത ശരീരമല്ലേ. അതുകൊണ്ട് എൻ്റെ കാലിങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. ഇത്രയും നമ്മൾ വൃത്തിയാക്കി ഇങ്ങനെ വെക്കുന്നു. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് രാത്രിയിൽ. എന്നിട്ട് ഈ ക്രീം ഉപയോഗിച്ചതിന് ശേഷം എനിക്കൊരു സോക്സ് ഉണ്ട്. നിങ്ങളത് കണ്ടാൽ ചിരിച്ച് തലകുത്തും. ആ സോക്സ് ഈ കാലേക്കൂടി ഇട്ടിട്ടാണ് ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത്. അപ്പം നമ്മുടെ കാലുണ്ടല്ലോ നല്ലതായിട്ട് നന്നായിട്ട് നല്ല സ്പോഞ്ച് പോലെ ഒട്ടും കട്ടിയില്ല. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതായിട്ട് ഇരിക്കുന്നത്. ഇതിനകത്തൂടെ കണ്ടാൽ എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ കാല് നല്ല സോഫ്റ്റാണ്. കാണിച്ചു തരാം ഒന്നുകൂടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാലും കൈയും ഒക്കെ എങ്ങനെ വൃത്തിയാക്കി
ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ കണ്ട. ഇങ്ങനെയാണ് കാല് നല്ലതായിട്ട് നോക്കേണ്ടത്. എന്നിട്ട് രാത്രി സോക്സ് ഇട്ട് കിടന്നു കഴിഞ്ഞാൽ കാല് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. നമുക്ക് സൗന്ദര്യമോ ഒന്നുമല്ല നമുക്ക് വലുത്, നമുക്ക് നമ്മുടെ വൃത്തിയാണ് കണ്ട. ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വിണ്ട് കീറലോ ഒന്നും നമ്മുടെ കാലിൽ വരത്തില്ല. അപ്പം കാലിനെ ഞാൻ ഇത്രയാക്കി വെച്ചതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം രാവിലെ കുളി കഴിഞ്ഞ് ഈ ഒരു ബോഡി ലോഷൻ ഫുൾ അപ്ലൈ ചെയ്യും, മൊത്തം തേക്കും. അതിന് ശേഷം സൺക്രീം ഇട്ട് മുഖത്ത് മൊത്തം ഇടും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയാലും പോയില്ലേലും സൺക്രീം ഇടും. പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സൺക്രീം ഇട്ടിട്ട് പൗഡർ ഇടും. പൗഡർ യാലിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. യാലി വർഷങ്ങളായിട്ട് ചേട്ടൻ ഗൾഫിലായിരുന്നപ്പോൾ തൊട്ട് യാലി ഉപയോഗിച്ച ഇപ്പം ഇഷ്ടംമാതിരി എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും ഒക്കെ യാലി നമുക്ക് ഫോറിൻ തന്നെ കിട്ടാറുണ്ട്. ഫോറിനില്ലേ നാടനാണേലും നമ്മളിവിടെ കിട്ടാത്ത സാധനങ്ങളുണ്ടോ അല്ലേ? ഡ്യൂട്ടി പേഡ് ഷോപ്പിൽ നിന്നാണേലും കിട്ടും. പിന്നെ പോരാത്തതിന് നമുക്ക് ഫ്ലിപ്കാർട്ടില്ലാത്ത സാധനങ്ങളുണ്ടോ? നമ്മൾ എന്താണേലും ഞങ്ങൾ ഡ്യൂട്ടി പേഡ് ഷോപ്പിലും ലുലുവിലുണ്ട്. തീരുന്നതിന് മുമ്പായിട്ട് 2 എണ്ണം എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. പിന്നെ ഞാൻ നൈറ്റിൽ ഉപയോഗിക്കുന്ന ക്രീം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഈ ലോറലിന്റെ ക്രീം കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരീസാണ്. ലോറലിന്റെ പാരീസിന്റെയാണ്, പാരീസുകാരുടെയാണ്. ഇത് ഭയങ്കര വിലയാണ് കേട്ടോ. ഇതിന് 750 രൂപയുടെ സാധനമാണ് ഇത് കേട്ടോ. ഇത് ഞാൻ കുറേ ആയിട്ട്, നിങ്ങൾ 50 ml ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തേക്കുന്നത്. പണ്ട് ഏതായിരുന്നു ഒരിടം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. തേച്ചതിന് ശേഷം ഇതും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു എന്നൊക്കെ. ഇത് സൂപ്പർ ആട്ടോ. ഇത് ഡേ നൈറ്റ് ക്രീമാണ്. ഇതിന്റെ ഡേ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഡേ ക്രീം ഇല്ല. കേട്ടോ. ഇതെന്നിട്ട് നമ്മൾ ഡേയില് മുഖം മുഴുവൻ അപ്ലൈ ചെയ്യും. ഇതിപ്പോ ഡേ അല്ല, ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന നൈറ്റ് അല്ല, വീഡിയോ എടുക്കുന്ന ഡേയിലാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നില്ല. രാത്രി നമ്മൾ ഈ ക്രീമാണ് ഉപയോഗിക്കുന്നത്. എല്ലാം മണം ഇത് കേട്ടോ. അത്രയും കൂടെ ഉള്ളൂ കേട്ടോ. ഇതിപ്പോ തീർന്നതിന് ശേഷം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുവാണേ. ഈ ലോറലിന്റെ ക്രീം അവർ നിർത്തലാക്കാൻ പോവാണ്. ഇത് വാങ്ങിക്കാൻ ചെന്നപ്പോഴേ ആദ്യം 40+ എന്നൊക്കെ പറഞ്ഞുള്ള ക്രീമായിരുന്നു, 50+. അത് നിർത്തലാക്കി. അതിനുശേഷം ഇപ്പൊ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന രീതിയിൽ ഒറ്റ ഒന്നാക്കി ഇതിനെ അവര് ഇപ്പം ഇറക്കിയേക്കുന്നത്. ഇതും ഇനി നിർത്തലാക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തീർന്നതിന് ശേഷം നൈറ്റ് അല്ലാത്ത ഡേ ക്രീം ഇല്ലേ, ഡേ ക്രീം ലാക്മേയുടെ ഞാൻ മേടിക്കാനിരിക്കുവാണ്. അത് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സൂപ്പർ ക്രീമാന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അതിൻ്റെ നൈറ്റും ഉണ്ട് ഡേയും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്താണേലും അതിൻ്റെ ഡേ മേടിക്കാൻ ഇരിക്കുവാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കാലുകളെയും കൈകളെയും എല്ലാം സംരക്ഷിക്കുന്നത് കേട്ടോ. ഈ ഒരു ക്രീം എല്ലാവരും മേടിച്ചു വെച്ചോട്ടോ. ഇത് ഭയങ്കര ഗുണം ചെയ്യുന്നതാണ്. ഇത് എത്ര തേച്ചാലും ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തുനിന്ന് അത് പെട്ടെന്നങ്ങ് മൊത്തം മേളോട്ടങ്ങ് പോകും. ബാഷ്പീകരിച്ചോ എന്താ ഇതിന് പറയുന്നത്, നിൽക്കത്തില്ല നമ്മുടെ ശരീരത്ത്. ഇങ്ങനെ അതിൻ്റെ ഒരു എണ്ണമയോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു മോയ്സ്ചറൈസിങ് ക്രീം കേട്ടോ. നല്ല സൂപ്പറാണ്. ബോഡി ലോഷൻ, ഇതൊരു ബോഡി ലോഷൻ. ഇതിനകത്ത് എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ വാങ്ങിക്കൊണ്ടരുത്, മേടിച്ചോ കേട്ടോ. ഇതാ കുളി കഴിഞ്ഞ് എപ്പോഴാണേലും വൈകിട്ടും നൈറ്റിലും ചെയ്യാം, ഡേയിലും ചെയ്യാം. പിന്നെ ഇത് കാലയിൽ മൊത്തം അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ. മോയ്സ്ചറൈസിങ് ക്രീമാണ്. അന്നൊരു ചൊറിച്ചിലും ഇതൊക്കെ വന്നില്ലേ, അന്ന് തൊട്ട് ഞാനിത് കുറേ, അതിനു മുമ്പ് കുറച്ചായി ഇത് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട്. അന്ന് തൊട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇനിയിപ്പം കൈയൊക്കെ ശരിക്കും നമ്മളുണ്ടല്ലോ, നമ്മുടെ പാചകമൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, പാചകം ചെയ്യുന്നതും പാചകം അടിക്കുന്നതും എല്ലാം ഒരു പുറകെ പോവും. സ്കിന്ന് സംരക്ഷിക്കുന്നത് അത് വേറെ കാര്യമാണ്. നമ്മൾ നമ്മുടെ ശരീരങ്ങളും നമ്മുടെ ഇതെല്ലാം നോക്കിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വല്ലവരും വന്ന് ചെയ്തു തരാനുണ്ടോ? ഇന്നാടി നിന്റെ ലോഷൻ എടുത്ത് തേച്ചോടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഇങ്ങനെ ലോഷനൊക്കെ തേച്ച് തരാനുണ്ടോ? ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞില്ലേ, ഞാൻ ഒത്തിരി സ്കിന്ന് നല്ലതായിട്ട് തന്നെ കാലും കൈയൊക്കെ നോക്കാൻ തുടങ്ങിയ പിന്നാണ് എൻ്റെ കാലൊക്കെ വൃത്തിയായി തുടങ്ങിയത്. പണ്ടെന്ന് പറഞ്ഞാൽ കാക്ക കഷ്ടിച്ചോറ്റ കാലായിരുന്നു. കാക്ക അപ്പിട്ടോറ്റ ഒരുമാതിരി വൃത്തികെട്ട കാലായിരുന്നു. ഇപ്പോഴും കാക്ക അപ്പിയിട്ടില്ലെന്നേ ഉള്ളൂ. കാക്കയുടെ കാല് പോലത്തെ ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്കറിയാം എൻ്റെ കാല് നല്ല നീറ്റായിട്ടായിപ്പോൾ ഇരിക്കുന്നത്. ഇത്രയും ഭംഗിയാക്കി എടുത്തത്
എൻ്റെ ഒരു കഴിവാട്ടോ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ശരിക്കും നിങ്ങൾ ഇതുപോലൊക്കെ നോക്കുവാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്കും ഇതുപോലത്തെയൊക്കെ ഇതൊക്കെ ഉണ്ടാവും. ഒരു കുഴപ്പമില്ല. ഇങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാട്ടോ നല്ല ഇതായിട്ടാട്ടോ ഇരിക്കുന്നത് കാലൊക്കെ. ഇതാ ഉണ്ടോ? അപ്പം വരാം. അപ്പോഴേ എൻ്റെ സ്കിൻ കെയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നിങ്ങൾക്കും ആയിക്കൂടെ? എന്താ അങ്ങനെ ആകാത്തത്? അപ്പം ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം. ചെയ്യുമ്പം ജയയുടെ ഈ വൃത്തികെട്ട നേരത്തെ കാല് മാറി ഇതേ നല്ല രീതിയിലുള്ള കാലൊക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.